പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് നമ്മുടെ സ്വന്തം ബ്രാൻഡായ വി-ഗാർഡിൻ്റെ ഒരു ഓഫ് ഗ്രിഡ് സോളാർ സിസ്റ്റമാണ്. ഒരു ഇൻവെർട്ടറിനെ പറ്റി ചിന്തിക്കുന്ന ആൾക്കാർക്ക് കുറച്ചുകൂടി മുതൽ മുടക്കിൽ ഒരു സോളാർ സിസ്റ്റം എങ്ങനെ വീട്ടിൽ സ്ഥാപിക്കാം എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. ഇപ്പോൾ ഫുള്ള് ഇൻസ്റ്റലേഷൻ കഴിഞ്ഞിട്ടുള്ള വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ കാണാം സോളാർ കണക്റ്റിംഗ് ആണ്, ചാർജിങ് നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇത് വൈഫൈ എനേബിൾഡ് ആയിട്ടുള്ള ഇൻവെർട്ടറാണ്. കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് മൊബൈൽ ആപ്പിലൂടെ നമുക്ക് അറിയാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ ഇൻവെർട്ടർ വരുന്ന പാക്കിംഗ് ഇതാണ്. ഇൻവെർട്ടറിൻ്റെ പേര് സോൾ സ്മാർട്ട് 1450. ഇതൊരു 1000 വാട്ട്സ് കപ്പാസിറ്റി ഉള്ള ഇൻവെർട്ടറാണ്. അപ്പോൾ ഇതിൻ്റെ സ്പെക്കാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വൈഫൈ, ബ്ലൂടൂത്ത് കണക്ടിവിറ്റി, ഇൻബിൽറ്റ് സോളാർ ചാർജർ, ബാറ്ററി ലെവൽ അലാം എല്ലാം ഈ ഒരു സിസ്റ്റത്തിനകത്ത് അടങ്ങിയിട്ടുണ്ട്. പ്യുവർ സൈൻ വേവ് ആയിട്ടുള്ള ഔട്ട്പുട്ടാണ് ഈ ഒരു ഇൻവെർട്ടറിൽ നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ കവർ ഓപ്പൺ ചെയ്താലുള്ള വ്യൂ ഇതാണ്. അപ്പോൾ നമുക്ക് ഇൻവെർട്ടറിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഒന്ന് നോക്കാം. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ കറക്റ്റ് ഇൻവെർട്ടർ. മുകളിലിരിക്കുന്നതിൻ്റെ യൂസർ മാനുവലാണ്. വളരെ ഭംഗിയായിട്ടുള്ളൊരു ഡിസൈനിലാണ് ഈ ഒരു ഇൻവെർട്ടർ വരുന്നത്. അപ്പോൾ ഇൻവെർട്ടറിൻ്റെ ബാക്ക് സൈഡ് ഈ കാണുന്നതാണ്. ബാക്ക് സൈഡും വലിയ കുഴപ്പമില്ലാത്ത ഡിസൈനാണ്. എല്ലാം ഒതുക്കി തന്നെ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. കൂളിംഗ് ഫാൻ വരുന്നുണ്ട്. അതോടൊപ്പം 12 വോൾട്ടാണ് ഇതിൻ്റെ ബാറ്ററി ഇൻപുട്ട് വരുന്നത്. പിന്നെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ളൊരു AC ഔട്ട്പുട്ട് സോക്കറ്റ് ഉണ്ട്. AC റീസെറ്റ് ബട്ടൺ കൊടുത്തിട്ടുണ്ട്. സോളാർ പാനൽ കണക്ട് ചെയ്യുന്ന പോയിന്റ് ഇതാണ്. അതോടൊപ്പം തന്നെ നമുക്ക് 1-2 കാര്യങ്ങൾ നമ്മൾ എക്സ്റ്റേണലായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. അത് ഞാൻ വഴിയെ പറയാം. അപ്പോൾ ഇതിൻ്റെ പാനൽ കണക്ട് ചെയ്യുന്ന ഡീറ്റെയിൽസ് നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ യൂസർ മാനുവലിൽ അത് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. ഏത് പാനൽ എത്ര വാട്ട്സിൻ്റെ എല്ലാം കണക്ട് ചെയ്യാം. അതോടൊപ്പം തന്നെ ഇൻവെർട്ടറിൻ്റെ മുകളിൽ അതിൻ്റെ സ്റ്റിക്കർ കൂടി നമുക്ക് ഒട്ടിച്ചിരിക്കുന്നതായി കാണാം. പാനലിൻ്റെ കണക്ഷൻ കൊടുക്കുന്നത്. പിന്നെ സാധാരണ യൂസർ മാനുവലൊക്കെ കാണുന്ന പോലെ ഇതിൻ്റെ വരുന്ന കംപ്ലൈൻറ്റുകളും എററും അതിൻ്റെ ഡീറ്റെയിൽസും യൂസർ മാനുവൽ നമുക്ക് കാണാം. അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മൾ ഇതിനോടൊപ്പം വയ്ക്കുന്ന സോളാർ ബാറ്ററി. അതും വി-ഗാർഡിൻ്റെ തന്നെയാണ് നമ്മളെടുത്തിരിക്കുന്നത്. 60 മാസം റീപ്ലേസ്മെൻറ്റ് വാറണ്ടിയുള്ള ബാറ്ററിയാണ് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ബാറ്ററി കവർ തുറന്നാലുള്ള വ്യൂ ഇതാണ്. ഇതിൻ്റെ മുകളിലെ നമുക്ക് അതിൻ്റെ പ്ലോട്ടുകളും അതോടൊപ്പം തന്നെ ജെല്ലി, കണക്ട് ചെയ്യാനുള്ള ബോൾട്ട്, ബാറ്ററിയുടെ വാറണ്ടി കാർഡ്, ഇത്രയും സാധനങ്ങളാണ് ഇതിനോടൊപ്പം വരുന്നത്.
രണ്ട് സോളാർ പാനൽ നമ്മളിവിടെ പാരൽ കണക്ഷനാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മുടെ സോളാർ പാനലിൻ്റെ വർക്കെല്ലാം കംപ്ലീറ്റ് ആയി. ചെറിയ ബഡ്ജറ്റിലുള്ള സോളാർ സിസ്റ്റം ആണെങ്കിൽ പോലും നമ്മൾ ISI നിലവാരത്തിലുള്ള മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടാണ് ഈ വർക്ക് ഫുള്ള് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ കാണാം, അലൂമിനിയം ക്ലാമ്പുകളാണ് നമ്മൾ ഈ സോളാർ പാനൽ മൗണ്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ പൈപ്പുകളെല്ലാം തന്നെ ISI സ്റ്റാൻഡേർഡ് വരുന്ന പൈപ്പുകളാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. വളരെ നീറ്റായിട്ടാണ് നമ്മളിവിടെ ഈ ഒരു വർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ സോളാർ പാനലിൻ്റെ ഇൻസ്റ്റലേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് താഴത്തെ കണക്ഷൻ നോക്കാം. ഇവിടെ സോളാർ പാനലിൻ്റെ കണക്ഷനും ഇൻവെർട്ടറിൻ്റെ കണക്ഷനും ബാറ്ററിയുടെ കണക്ഷനും എല്ലാം നമ്മൾ കൊടുത്തിട്ടുണ്ട്. എല്ലാം പ്ലഗ് ഇൻ ചെയ്യുന്ന ടൈപ്പ് കണക്ഷൻ തന്നെയാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. DC പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് DCക്ക് വേണ്ടി വരുന്ന MCB ആണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതോടെ നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആയിരിക്കുന്നു. അപ്പോൾ നമുക്കിതിൻ്റെ വർക്കിംഗ് ആയിട്ടുള്ള വീഡിയോ ഒന്നുകൂടി നമുക്ക് ജസ്റ്റ് നോക്കാം. അപ്പോൾ ഇവിടെ ഇൻഡിക്കേഷൻ നോക്കുന്ന സമയത്ത് സോളാറിൻ്റെ ഇൻഡിക്കേഷൻ ബ്ലിങ്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സിസ്റ്റം സോളാറിലോട്ട് കൺവേർട്ട് ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സോളാർ സിസ്റ്റത്തെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ അറിയാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.